പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഫ്രീഡമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പോലും പുരുഷന്മാർക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ നൽകുന്നത്, അവകാശങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഫ്രീഡംസ് നൽകുന്നത്, ഇത്രത്തോളം തന്നെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ അനുഭവിക്കുന്നതിന് ഫ്രീഡം ഉണ്ട്, നിയമപരമായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ സൊസൈറ്റി വുമൻസിന്റെ ഫ്രീഡം അനുഭവിക്കുന്നതിന് വുമൻസിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വുമൻസ് അവിടെ നിലനിൽക്കുന്ന സിസ്റ്റം ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ, ഇല്ലെങ്കിൽ അവരുടെ ഫ്രീഡം അനുഭവിക്കുമ്പോഴും ആ വുമൻസിനെ സൊസൈറ്റി കാണുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അവർക്ക് പലതരത്തിലുള്ള പേരുകൾ കൊടുക്കും. അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ അങ്ങനെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇല്ലെങ്കിൽ ഇങ്ങനെ പോയത് കൊണ്ടാണ് അങ്ങനെ ആയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടോക്കുകൾ പലപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് ഉയരുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്കുകൾ എന്ന് പറയുന്നത് പൊതുവെ ഈ സ്വതന്ത്രമായിട്ട് മുന്നേറുന്ന ഈ വുമൻസിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അത് ഈ സൊസൈറ്റി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരത്തിലുള്ള സ്റ്റിഗ്മകൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പ്രത്യേകിച്ചും ഈ ജനാധിപത്യ രാജ്യത്ത് പൊതുവെ നിലനിൽക്കേണ്ട ഒന്നല്ല എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തെലങ്കാനയിൽ അവിടുത്തെ മന്ത്രിയായിരിക്കുന്ന കൊണ്ടാ സുരേഖ, അവിടുത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആണ്. ഓൾസോ ഷി ബിലോങ്സ് ടു കോൺഗ്രസ് പാർട്ടി. അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് നടത്തി. പ്രത്യേകിച്ചും ആ പ്രസ് മീറ്റിൽ അവിടുത്തെ വേറൊരു പാർട്ടിയാണ് BRS. ആ പാർട്ടിയിലെ ഒരു നേതാവാണ് KT രാമറാവു. നേരത്തെ IT മിനിസ്റ്റർ ആയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ സോ മെനി അലിഗേഷൻസ് ആണ് ഇദ്ദേഹം വെക്കുന്നത്, പ്രത്യേകിച്ചും ടു ദ പബ്ലിക്. അതിൽ KT രാമറാവു എന്ന് പറയുന്ന ആള് അവർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹീസ് എ ഡ്രഗ് അഡിക്റ്റഡ് ഫെല്ലോ, മറ്റുള്ള ആൾക്കാരെയും ഡ്രഗ് അഡിക്റ്റിന് കാരണമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവര് പലതരത്തിലുള്ള പാർട്ടികൾ വെച്ചുകൊണ്ട് തന്നെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ, പ്രത്യേകിച്ചും ലേഡി ആർട്ടിസ്റ്റുകളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അതിൽ ചില ആർട്ടിസ്റ്റുകളുടെ പേര് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ പ്രീത് സിംഗ്, നമുക്കറിയാം ഷീ ഈസ് വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ആൻഡ് ഓൾസോ ഷീ ഹാസ് എ ലാർജ് ഫാൻ ബേസ് ഇൻ ഇന്ത്യ, ആസ് വെൽ ആസ് സമന്ത റൗത്ത്. സമന്ത റൗത്തും വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ആണ്, ആക്ട്രസ് ആണ്. ഷീ ഹാസ് എ ഗ്രേറ്റ് ഫാൻ ബേസ് ഇൻ ഇന്ത്യ. സോ അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആക്ച്വലി സംസാരിക്കുന്നത്. മാത്രമല്ല സമന്തയുടെയും നാഗചൈതന്യയുടെയും ഡിവോഴ്സിന് കാരണം തന്നെ KT രാമറാവു ആണ് എന്ന തരത്തിലൊക്കെയാണ് ഇവർ അലിഗേഷൻസ് വെക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഇവർക്കെതിരെ തിരിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നാഗചൈതന്യയുടെ പിതാവായ നാഗാർജുന, അല്ലു അർജുൻ, നാനി ആൻഡ് ജൂനിയർ NTR, അങ്ങനെ സോ മെനി ആർട്ടിസ്റ്റുകൾ അവരുടെ എന്താ പറയുക കമന്റുകൾ, പ്രതികരണങ്ങൾ അവർ പിന്നീട് രേഖപ്പെടുത്തുകയാണ് ഈ ട്വിറ്റർ, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ ചെയ്യുന്നത്. തുടർന്ന് നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുന ഡിഫേം കേസ് ഇപ്പോൾ മിനിസ്റ്റർക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്ച്വലി തെലങ്കാനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിനെ തുടർന്ന് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നടക്കം പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭരണത്തിലായാലും പ്രതിപക്ഷത്തിലായാൽ പോലും നിങ്ങൾക്ക് പരസ്പരം വിമർശിക്കുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ചും നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാരോട് വിമർശിക്കുമ്പോൾ എന്താ പറയുക, പബ്ലിക്കിലുള്ള വ്യക്തികളുടെ പേര് എന്താ പറയുക കൊണ്ടുവന്ന് ചേർക്കാതിരിക്കുക. കാരണം അവർ പബ്ലിക്കിലുള്ള ഓരോ വ്യക്തികൾ അവർ ജീവിച്ചോട്ടെ, നോ പ്രോബ്ലം, പ്രശ്നമില്ല. കാരണം നിങ്ങൾ വിമർശിക്കേണ്ടത് ആക്ച്വലി ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ വിമർശിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫാമേഴ്സ് ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് കർഷകരാണ് പല സ്ഥലങ്ങളിലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംസാരിക്കാം. പിന്നെ അട്രോസിറ്റീസ് എഗൻസ്റ്റ് മൈനോറിറ്റീസ്, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെതിരെ സോ മെനി അട്രോസിറ്റീസ് ആണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പൊളിറ്റീഷ്യൻ സംസാരിക്കുന്നത്. പകരം ഓരോ വ്യക്തികളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ സംസാരിച്ച് അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയല്ല ആക്ച്വലി ചെയ്യേണ്ടത്. പിന്നെ ഈ മിനിസ്റ്റേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തും സംസാരിക്കാം എന്നൊന്നും ചിന്തിക്കരുത്.
ദാറ്റ് ഈസ് നോട്ട് ഗുഡ്, ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് പൊളിറ്റിക്സ്. ആ ഒരു കാര്യം കൂടി ഈ പൊളിറ്റീഷ്യന്മാർ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലത് എന്നാണ് ഞാൻ ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നത്. ബിക്കോസ് വി ഓൾ ആർ ഇന്ത്യൻ. സോ അതിന് പൊളിറ്റീഷ്യൻ ആയാലും ആരെ ആയാലും തന്നെ നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ് എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് ഒരു നിമിഷം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമന്ത അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. അവർ പൊളിറ്റിക്സ് കാരണമല്ല അവർ ഡിവോഴ്സ് ആയിരിക്കുന്നത്. അവർ പരസ്പരം നേരത്തെ പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത്. ബട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നതിന് ശേഷം അവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ആക്ച്വലി വിത്ത് മ്യൂച്വൽ റെസ്പെക്ട് ദേ സെപ്പറേറ്റഡ് എന്നാണ് സമന്ത പറയുന്നത്. സോ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ആരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമന്ത എന്താ പറയുക, ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ബട്ട് അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് അവർ ജീവിതത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അതിന് ആരായാലും തന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ത്രീകളായി കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തും പറയാം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റിഗ്മ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതും ആവശ്യമാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഒരിക്കലും ബാക്കിയുള്ള ആൾക്കാർ തടസ്സപ്പെടുത്തരുത്. കാരണം അതിന് ബാക്കിയുള്ള ആൾക്കാർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുക. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഒരു വിഷയമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ ഷെയർ ചെയ്തു. പിന്നെ ഒന്ന് മാത്രം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്. പൗരന്മാർ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ രാജ്യത്ത് ചില അവകാശങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫ്രീഡമിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് തരത്തിലായിരിക്കരുത്. അത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഫ്രീഡം വിനിയോഗിക്കുക. സോ അടുത്തത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു. താങ്ക് യു.